نحمده نصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم آمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, ഒരു പുതിയ സീരീസ് ആയിട്ടാണ്. ഓക്കെ, ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സീരീസ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, നമ്മൾക്കൊക്കെ തന്നെ. ഓക്കെ, ആസ് താലിബുൽ ഇൽം നമ്മൾക്ക് എല്ലാവർക്കും ഇത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം തീരെ വളരെ കുറഞ്ഞു വരുന്ന ഒരു സംഗതിയും കൂടിയാണ് ഈ സംഭവം. ഓക്കെ, എന്താണിത്? അദബ്, അഖ്ലാഖ്. ഓക്കെ, ദ ഫോർഗോട്ടൺ സുന്ന എന്ന് പറയാം നമുക്ക്. കാരണം ഈ ദുനിയയിൽ ഇപ്പം ഇൻഫർമേഷൻ ഓവർലോഡാണ്, അല്ലേ? ഓവർഫ്ലോയിങ് ഇൻഫർമേഷനാണ്. ഓക്കെ, നോളേജ് അത് മിസ്സിങ് അല്ല, നോളേജ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം അതിൽ മിസ്സിങ് ആണ്. എന്താണത്? ക്യാരക്ടർ, അദബ്, അഖ്ലാഖ്. ഓക്കെ, അത് ശരിക്കും മിസ്സിങ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. ഈ ഒരു സീരീസിൽ നമ്മൾ ഇപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ്? അതായത് ഇസ്ലാമിൻ്റെ റൂഹ് അതെന്താണ്? ശരിക്കും നല്ല ക്യാരക്ടറാണ്. ഓക്കെ, അതായത് മാനേഴ്സ് കം ബിഫോർ സ്പീച്ച്. എങ്ങനെയാണ് നമ്മൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത്? ഓക്കെ, ഏത് ടോണിലാണ് നമ്മൾ കൺവേ ചെയ്യുന്നത്? എന്താണ് നമ്മളെ ബോഡി ലാംഗ്വേജ്? ഓക്കെ, ഇതൊക്കെയാണ് ശരിക്കും ദാറ്റ് മാറ്റേഴ്സ്. എന്ത് സംഗതിയും നമ്മൾക്ക് പറയാം, പക്ഷേ ടോൺ മാറ്റേഴ്സ്, അല്ലേ? നമ്മൾ പറയുന്നത് ഏത് സംഗതിയാണെങ്കിലും അത് പറയുന്നത് പോലെയാണ് അത് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അത് എന്തെങ്കിലും ആവട്ടെ. ഫോർ എക്സാമ്പിൾ ഓക്കെ, പുറത്ത് മഴ പെയ്യുന്നതെന്ന് നോക്കിക്കോ. ഓക്കെ, അപ്പം മഴ പെയ്യുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശല്യം പോലെ, അല്ലേ? ദേഷ്യം പിടിച്ച പോലെ. മഴ പെയ്യുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ ഒരേ സംഭവമാണ് നമ്മൾ പറയുന്നത്, ബട്ട് യു ക്യാൻ കൺവേ ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ, അല്ലേ? അപ്പോൾ നമ്മളെ ബോഡി ലാംഗ്വേജ്, ഓക്കെ, നമ്മളെ ടോൺ, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അവിടെയാണ് നമ്മളെ ക്യാരക്ടർ. ഓക്കെ, എത്ര നോളേജ് ഉണ്ടായിട്ടും അത് കൺവേ ചെയ്യുന്നത് അത് ശരിയല്ലെങ്കിൽ ആരെ ഉള്ളിലും അത് കയറാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടർ ഈസ് ദ സോൾ ഓഫ് ഇസ്ലാം. ശരിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഏത് തർക്കിക്കുന്ന സമയത്തും എന്ത് ഡിബേറ്റ് ആയാലും ഇഫ് യു ഡു ഇറ്റ് റെസ്പെക്റ്റ്ഫുള്ളി അത് വേറെ തന്നെ ലെവലിലാണത് പോകാൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്യാരക്ടറിനാണ് മുൻതൂക്കം എങ്ങനെയായാലും നൽകുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ കാണുന്നതും നമ്മൾ പഠിക്കുന്ന സ്കോളേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം ബിഫോർ ദേ ബിക്കെയിം സ്കോളേഴ്സ് അവരെല്ലാം ശരിക്കും സ്റ്റുഡൻസ് ഓഫ് അദബായിരുന്നു. ഓക്കെ, അഖ്ലാഖിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, സഹാബീസ്, ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവർ ഈ നോളേജ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ അവരാരിൽ നിന്നാണ് പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദ പെർഫെക്റ്റ് റോൾ മോഡൽ ഓഫ് അദബ് ആൻഡ് അഖ്ലാഖ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അഖ്ലാഖിൽ നിന്നാണ് അവർ ആദ്യം അതാണ് പഠിച്ചത്, ബിഫോർ സ്പ്രെഡിങ് നോളേജ്. ഓക്കെ, അതായത് നമ്മൾ ഈ സബ്ജക്റ്റിലോട്ട് തുടങ്ങുന്ന മുന്നേ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ മൈ സെൽഫ് ഇറ്റ് ടു. ഓക്കെ, അതായത് നമ്മളെ ജീവിതത്തിൽ ഹൂ ഡു യു മോസ്റ്റ് റെസ്പെക്റ്റ്? ഓക്കെ, നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നത്? ഓക്കെ, ആ ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, തിങ്ക് ഓഫ് ദം. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നത്? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദിയർ നോളേജ്? അല്ലെങ്കിൽ ഓക്കെ, ദ വേ ദേ മേഡ് യു ഫീൽ. അതായത് അവർ സംസാരിക്കുമ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഇടപഴകിയത്, എങ്ങനെയാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? ഓക്കെ, ഹൗ ഇസ് ദെയർ അപ്രോച്ച് ടു പീപ്പിൾ? അതാണോ നിങ്ങളെ അട്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയത്? അതായത് നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് കാരണം? അവരെ കൂടുതൽ നോളേജ് കൊണ്ടാണോ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദിയർ ക്യാരക്ടർ? അതായത് എന്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ? അവരെ ക്യാരക്ടറാണോ, അല്ലെങ്കിൽ അവർക്ക് എത്രയോ നോളേജ് ഉണ്ട് ആ ബേസിസിലാണോ? എങ്ങനെയാണ് നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അദബ് ബിഫോർ ഇൽമ്? ഓക്കെ, എന്തുകൊണ്ടാണ് ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇത്രയും നമ്മളെ ഖുർആനിലും സുന്നയിലും തന്നെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ. അദബൽ മുഫ്രദ് എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഇതെല്ലാം ശരിക്കും ബുക്സാണ്, റിട്ടൺ അപ്പോൺ ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടർ. ഓക്കെ, ഇൻഷാ അല്ലാ ഈ ഒരു ചെറിയൊരു സീരീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അദബ്, എന്താണ് അഖ്ലാഖ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതായത് അള്ളാഹ് സുബ്ഹാനഹു തആലയായിട്ടുള്ള അദബ് എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിട്ടുള്ള അദബ് എങ്ങനെയാണ്, മറ്റുള്ളവരായിട്ടുള്ള അദബ് എങ്ങനെയാണ് ഹൗ ഡു വി ക്യാരി അവർ സെൽഫ്സ്. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു രീതിയിലല്ലേ നമ്മളെപ്പോഴും പോർട്രേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത് ചെയ്യാൻ, അതാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. ത്രൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മെയിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്യാരക്ടറിലൂടെയും പല എക്സാമ്പിൾസ് കൊടുത്തിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അതായത് ഈ സ്കോളേഴ്സ് എല്ലാം ഓക്കെ അവർ ശരിക്കും ഫസ്റ്റ് പഠിപ്പിച്ചത് അദബായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമാം മാലിക് ആരായിരുന്നു? വെരി വെരി ഫേമസ് മദീനയിലെ സ്കോളറായിരുന്നു. ഓക്കെ, പിന്നെന്താണ്, ഹി ഈസ് ദ കമ്പൈലർ ഓഫ് മുവത്ത ഇമാം മാലിക്. മുവത്ത ഇമാം മാലിക് എന്ന് പറഞ്ഞിട്ട് അതായത് കളക്ഷൻ ഓഫ് ഹദീസാണത്. ഓക്കെ, കമ്പൈലർ ഓഫ് മുവത്തയാണ് ആര്? ഇമാം മാലിക്. ഓക്കെ, വെരി ഫേമസ്, വെരി പോപ്പുലർ ആയിരുന്നു. ഇമാം മാലിക്കിൻ്റെ ഉമ്മ ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇമാം മാലിക്കിനെ പഠിക്കാൻ അയച്ചപ്പം പറഞ്ഞത്, നീ റാബിയൻ്റെ അടുത്ത് പോയിട്ട്, റാബിയ ആ കാലത്ത് വലിയ സ്കോളറായിരുന്നു, റാബിയൻ്റെ അടുത്ത് പോയിട്ട് നീ ആദ്യം പഠിക്കേണ്ടത് മാനേഴ്സാണ് ബിഫോർ യു ലേൺ ഫ്രം ഹിസ് നോളേജ് എന്ന്. അതായത് അയാളെ മാനറിസം നിന്നാണ്, അയാളെ ക്യാരക്ടറിൽ നിന്നാണ് നീ പഠിക്കേണ്ടത്. ഓക്കെ, ബിഫോർ യു ലേൺ നോളേജ് എന്ന്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇമാം മാലിക്കിൻ്റെ ഉമ്മ അയച്ചിരുന്നത്? നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടും, അതായത് മുടിയൊക്കെ നല്ല രീതിയിൽ ചീകിയിട്ട്, എംഫസിസ് കൊടുത്തത് നീ ഒരു ഹലക്കേ പോയി ഇരിക്കുമ്പം യു ഷുഡ് ബി വെരി റെസ്പെക്റ്റ്ഫുൾ, നീ പ്രസൻറ്റബിൾ ആയിരിക്കണം, നീ ഹമ്പിളായിട്ടായിരിക്കണം ഇങ്ങനത്തെ സർക്കിൾസ് ഓഫ് നോളേജിൽ പോയി ഇരിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇമാം മാലിക് എങ്ങനെയായിരുന്നു ലേറ്റർ, അതായത് എങ്ങനെയാണ് നോളേജിന് മാത്രമല്ല ഇമാം മാലിക് അറിയപ്പെടുന്നത്, ബട്ട് ഓൾസോ ഫോർ ദ വേ ഹീ ക്യാരീഡ് ഹിംസെൽഫ്. ആ കമ്പോഷർ, ആ ഡിഗ്നിറ്റി ഉണ്ടല്ലോ, അതിലൂടെയാണ് ഹീ ഈസ് വെൽ നോൺ ഈവൻ മോർ ദൻ നോളേജ്. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ സ്കോളർ നോക്കുകയാണ് ഇമാം ഷാഫി ആരാണ്? ഇമാം മാലിക്കിൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇമാം ഷാഫിയാണ് ഫേമസ് ആയിട്ട് പറഞ്ഞത്, അതായത് ഞാൻ 20 വർഷമാണ് അദബ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്, എന്നിട്ടാണ് ഞാൻ 10 വർഷം നോളേജിന് വേണ്ടിയിട്ട് എടുത്തതെന്ന്. സുബ്ഹാനല്ലാഹ്, നോക്കിയേ. അതായത് അദബ് ഇല്ലെങ്കിൽ നോളേജ് ആയിത്തീരാൻ ഇറ്റ് ബിക്കംസ് എ സോഴ്സ് ഓഫ് അറോഗൻസ്. ഓക്കെ, അതായത് അത് വെറും കിബിറായിട്ട് മാറും, വെറും തർക്കിക്കാനും വാദിക്കാനുമായിട്ട് മാറുന്നൊരു സംഭവമാണ് വിത്തൗട്ട് അദബ് നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇമാം അബൂ ഹനീഫ അനദർ ഫേമസ് സ്കോളർ. ഓക്കെ, ഇമാം അബൂ ഹനീഫൻ്റെ അടുത്ത് നിന്നാണ് കുറേ ആൾക്കാർ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇമാം അബൂ ഹനീഫ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ ഗുഡ് മാനേഴ്സ് ഇല്ലാത്ത സ്റ്റുഡൻറ്റിനെ ഒരിക്കലും എടുക്കൂല അങ്ങനത്തെ ആളാണ്. അതായത് ഫസ്റ്റ് നോക്കാൻ അദബ് അഖ്ലാഖ് ആ സ്റ്റുഡൻറ്റിൻ്റെ. ഓക്കെ, എന്നിട്ടാണ് സ്റ്റഡി സർക്കിളിൽ ഇമാം അബൂ ഹനീഫ അലൗ ചെയ്യുള്ളൂ ഇങ്ങനത്തെ ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇമാം അഹ്മദ് ഇബിൻ ഹംബിളിനെ പറ്റിയിട്ട് ചോദിച്ചാലോ, ഇമാം ഹംബിൾ എല്ലാവർക്കും അറിയുന്ന ആളാണിത് അല്ലേ, വെരി ഫേമസ്, അനദർ ഫേമസ് സ്കോളർ. ഓക്കെ, അതായത് മകൻ ഒരു പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഇമാം അഹ്മദ് ഇബിൻ ഹംബിളിനോട്. ഓക്കെ, അതായത് എന്താണ് ഇമ്പോർട്ടൻറ്റ്, നോളേജാണോ അദബാണോ? അഫ്കോഴ്സ് ഇമാം അഹ്മദ് ഇബിൻ ഹംബിൾ പറഞ്ഞത് അദബ്. എന്തുകൊണ്ടാണ്? കാരണം നോളേജ്, മാനസ് ഇല്ലാത്ത നോളേജ് അത് വെളിച്ചമില്ലാത്ത ഒരു തീനെ പോലെയാണെന്ന്. ഓക്കെ, വെളിച്ചമില്ലാത്ത തീ. കാരണം വെളിച്ചമില്ലാത്ത തീ അത് കത്തും, അത് കത്തിത്തീരും, ഇറ്റ് വിൽ ബേൺ, പക്ഷേ അത് വഴി കാണിച്ചു തരൂല. അതായത് അതിനെ കൊണ്ട് ഉപകാരമില്ല, അതായത് വെളിച്ചമില്ല. അതുപോലെയാണ് അദബ് നോളേജ് വിത്തൗട്ട് മാനേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, അതായത് ഇതിലൂടെയെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അതായത് ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് അല്ലേ ഗുഡ് ക്യാരക്ടറിന് കൊടുക്കുന്നത്, നല്ല അദബ്, നല്ല അഖ്ലാഖിന് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ പറഞ്ഞതുപോലെ തന്നെ നോളേജ് വിത്തൗട്ട് ക്യാരക്ടർ എന്തിലേക്കാണ് അത് എത്തിക്കുന്നത്? കിബിർ. ഓക്കെ, അഹങ്കാരം, കിബിർ. അത് വഴിതെറ്റിയിലേക്ക് തന്നെ എത്തിക്കും അത്. ഓക്കെ, വെറുതെ വാക്ക് തർക്കത്തിനും ഒന്നും, അതായത് അതിനെക്കൊണ്ട്, ആ നോളേജിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൈറ്റിൽ ഓക്കെ എ പേഴ്സൺ വിത്ത് ലിറ്റിൽ നോളേജ്, അതായത് കുറവ് നോളേജ് ഉള്ള ഒരാൾ, നല്ല അദബുള്ള ഒരാൾ, ഹീ ഈസ് മോർ ബിലവഡ് ഇൻ ദ സൈറ്റ് ഓഫ് അള്ളാഹ്.
ഓക്കെ. ദെൻ സമ്മൺ ഹൂ ഈസ്, അതായത് ഭയങ്കര നോളജിബിൾ പക്ഷേ വെരി ഹാഷായിട്ട് പെരുമാറുന്ന ആളെക്കാട്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടം എന്താണ്? നോളേജിന് അത്ര ഇത് കൊടുക്കുന്നില്ല. ഈവൻ ദോ നോളേജ് ഭയങ്കര ഇതാണെങ്കിലും ഫസ്റ്റ് കംസ് എന്ത്? മാനേഴ്സ്. ഓക്കെ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയുന്നത്? അല അഖ്ബിറുക്കും അലാ മൻ തുഹറിമുന്നാറു ഗദ. എന്താണത്? അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ആരിക്കാണ് നാളെ നരകം ഹറാം ആക്കിയതെന്ന്. ഓക്കെ. ആരിക്കാണ്? അല കുല്ലി ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹലിൻ. എന്താണിത്? അതായത് ഓൺ എവ്രി ഹയ്യിനിൻ. ഹയ്യിൻ എന്ന് പറയുന്നത് എന്താണ്? സൗമ്യമായ പെരുമാറ്റമുള്ളത്, സൗമ്യമായ ഹയ്യിൻ, വെരി ഹമ്പിളായിട്ട് പെരുമാറുന്ന ആൾ. ലയ്യിൻ. ഓക്കെ. ലയ്യിൻ എന്തെന്നാണ്? മയമുള്ളത്, സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് പെരുമാറുന്ന ആൾ. കരീബിൻ. കരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വെരി ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വെരി ഈസി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ. ഓക്കെ. പിന്നെന്താണ്? സെഹലിൻ. സെഹലിൻ എന്തെന്നാണ്? സെഹലിൻ ഈസി ഗോയിങ്. അതായത് ഇങ്ങനത്തെ ആൾക്കാർ, അതായത് മനുഷ്യർക്ക് ഓക്കെ എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ പറയണമെങ്കിലോ അവർക്ക് ഒരു പേടിയില്ല. അല്ല ഇതാരോടാ ചോദിക്കുന്നത്? അല്ല ഇവളോടാ, ഇവൾക്ക് വേഗം ദേഷ്യം പിടിക്കൂലേ, ഇവളൊരു ജാതി കുയിമൂടല്ലേ, ഇങ്ങനെ പറയുന്ന ആളല്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നരകം ഹറാമാക്കിയത്. സുബ്ഹാനല്ലാഹ്, നോക്ക്, നരകം ഹറാമാക്കിയത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ളത്, നഖാബ് ഇട്ടത്, ഹിജാബ് ഇട്ടത്, താടി വെച്ചത്, ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ളത്, 5 നേരം നിസ്കരിക്കുന്നത്, ഇതെല്ലാം ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദീൻ. ഓക്കെ. ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദീൻ. പക്ഷേ എന്താണ് നമ്പർ 1 ഇത് പറയുന്നത്? ഗുഡ് ക്യാരക്ടർ. അതായത് ആൾക്കാർക്ക് അപ്രോച്ചബിളായിട്ട് തോന്നുന്നത്, ആൾക്കാർക്ക് സൗമ്യമായിട്ട് തോന്നുന്നത്, നല്ല സംസാരിക്കുന്നത്, വെരി ജെൻറ്റിലായിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത്, കൈൻഡ് ഹാർട്ടഡ്, ഇങ്ങനത്തെ ആൾക്കാരാണ് എന്ത്? അവർക്ക് നരകം ഹറാം. സുബ്ഹാനല്ലാഹ്, നോക്കിയേ. അതായത് ദിസ് ഹാസ് വെരി ബിഗ് ഇമ്പോർട്ടൻസ് ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ് ക്യാരക്ടർ. ഓക്കെ. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താണ്? എല്ലാവരും നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാൻ, നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരോട് സലാം ചെല്ലുന്നത്? അതായത് ഡു വി ഗ്രീറ്റ് ദം വിത്ത് എ സ്മൈൽ? നല്ല സ്മൈൽ ചെയ്തിട്ട് നല്ലൊരു മൂഡ് കൊടുത്തിട്ടാണോ നമ്മൾ അവരെ സലാം കൊടുക്കുന്നത്? അവർക്ക് ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പം ഡു വി ലിസൺ ടു ദം അറ്റൻറ്റീവ്ലി? അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ മേലയിൽ ഇങ്ങനെ എന്താണ് തോണ്ടി കുത്തി ഇതാണോ? അല്ലെങ്കിൽ ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പം എങ്ങനെയാണ് അതായത് നമ്മൾ അവർക്ക് ഫുൾ അറ്റൻഷൻ ആണോ കൊടുക്കുന്നത്? ഓക്കെ. അത് നമ്മൾ ആലോചിക്കാൻ. പിന്നെ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർ വി റെസ്പെക്റ്റ്ഫുള്ളി ഡൂയിങ് ഇറ്റ്? അതായത് നമ്മുടെ ഡിസഗ്രിമെൻ്റ് എന്തായാലും എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും വരാം. പക്ഷേ ഹൗ ഡു വി കൺവേ ഇറ്റ്? അത് നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി ആണോ ചെയ്യുന്നത്? ഓക്കെ. പിന്നെന്താണ്? നമ്മൾ ആരെങ്കിലും കറക്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ഹമ്പിളായിട്ടാണോ അത് ഏറ്റെടുക്കുന്നത്? അല്ലെ ദേഷ്യം പിടിച്ചിട്ടോ, ഇനി ആരാ പറയാൻ, എനിക്ക് ഇതിനെക്കാട്ടി നല്ലോണം അറിയാം, ഇങ്ങനെയാണോ? ശരിക്കും നമ്മൾ ഓരോരുത്തരും ഈ ഒരു 4 കാര്യം പറഞ്ഞത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം അല്ലേ. ഹൗ ആർ വി? എങ്ങനെയാണ് നമ്മളെ ക്യാരക്ടർ? ഹൗ ക്യാൻ വി ഗേജ് അവർ സെൽഫ്? ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? എന്നെ അയച്ചത്, ഐ വാസ് സെൻറ്റ് ടു പെർഫെക്റ്റ് ഗുഡ് ക്യാരക്ടർ. അതായത് എന്നെ അയച്ചത് തന്നെ നല്ല ക്യാരക്ടർ പഠിപ്പിച്ചു കൊടുക്കാനാണ്. അപ്പോൾ എന്താണ്? നമ്മളെ ദീന് തന്നെ ഇറ്റ് ഈസ് ഗുഡ് ക്യാരക്ടർ. ഓക്കെ. നമ്മളെ ദീന് തന്നെ ഇറ്റ് ഈസ് ഗുഡ് ക്യാരക്ടർ. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നബിൻ്റെ ക്യാരക്ടറെ പറ്റിയിട്ട്. എന്താണ് പറയുന്നത്? വ ഇന്നക അലാ ഹുലുഖിൻ അദീം. അതായത് നീ തീർച്ചയായും നീ തന്നെയാണ് എന്താണ്? ക്യാരക്ടറിൽ ഏറ്റവും വലിയവൻ, ഗ്രേറ്റ്, അതായത് ബ്യൂട്ടിഫുൾ ക്യാരക്ടറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെത് അല്ലേ. അതായത് നമ്മൾ ഇൻഷാ അള്ളാ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ത്രൂ ദ സീറ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അപ്രോച്ച് ടുവേർഡ്സ് പീപ്പിൾ, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അദബ്, അഖ്ലാഖ്. ഹീ ഈസ് ആർ റോൾ മോഡൽ. അതാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. അതാണ് ഉൾക്കൊള്ളേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹീ ഈസ് അവർ റോൾ മോഡൽ. നബിനെയാണ് നമ്മൾ റോൾ മോഡലാക്കാൻ. ഓക്കെ. അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാ. അതായത് നമ്മൾ ഇനി വരാൻ പോകുന്നത് എന്താണ്? ഈ ഗുഡ് ക്യാരക്ടറിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ. നരകം ഹറാമാണ് ഇങ്ങനത്തെ വരിക്ക്, അതായത് നല്ല ക്യാരക്ടറുള്ളവരിക്ക്. ഓക്കെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും ഖുർആന് പഠിക്കുന്നുണ്ട്, എല്ലാവരും നല്ല ഇസ്ലാമും ദീനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ അവരെ അപ്രോച്ച് എങ്ങനെയാണ്?
നമ്മൾ തന്നെ നോക്കുക, നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മളെ തന്നെ നമ്മൾ അപ്രോച്ച് എങ്ങനെയാണ്, നമ്മൾ ശരിയായിട്ടുള്ള അപ്രോച്ച് ആണോ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച്, ഹൗ ഡു വി അപ്രോച്ച് ദം, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് തോന്നുന്നത് നമ്മൾ അപ്രോച്ചബിൾ ആണോ, നമ്മളോട് എന്ത് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടോ, എന്തായാലും ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല ഇവളോട് ചോദിക്കാൻ, അങ്ങനത്തെ ഒരു ഇതിലാണോ നമ്മൾ അവർക്ക് കൺവേ ചെയ്യുന്നത് നമ്മൾ ഇത്. അപ്പോൾ എപ്പോഴും ശരിക്കും വി ആർ ഓൾ അംബാസഡേഴ്സ് ഓഫ് ദിസ് ദീൻ. ഓക്കെ, അപ്പം ഈ ശരിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ക്യാരക്ടർ ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കോമ്പനൻറ്റ് ഓഫ് നമ്മളെ ദീന്. അതാണ് മിസ്സിങ് ഇപ്പോഴത്തെ കാലത്ത്, ശരിക്കും ഇറ്റ് ഈസ് മിസ്സിങ് ശരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതെല്ലാം നല്ലൊരു റിമൈൻഡറായിട്ട് എനിക്ക് തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു റിമൈൻഡർ, മറ്റുള്ളവർക്കും ഒരു നല്ല റിമൈൻഡറായിട്ട് ഇത് ഇൻഷാ അള്ളാ അതാണ് ശ്രമിക്കുന്നത്. കാരണം ഈ ജൂലൈ ഓഗസ്റ്റ് നല്ലൊരു സമയമാണ്. ഇറ്റ് ഇസ് എ വെക്കേഷൻ ടൈം, ഫുൾ വെക്കേഷൻ മോഡിൽ പോകണ്ടല്ലോ, അപ്പം നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു തോട്ട് ഫോർ റിഫ്ലക്ഷൻ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കാൻ 2 സ്ത്രീകളെ എക്സാമ്പിൾ ഇവിടെ ഞാൻ തരും നിങ്ങൾക്ക്. ഓക്കെ, അതായത് എക്സാമ്പിൾ 1 എന്താണ്, ഒരു സ്ത്രീ, ഓക്കെ, വുമൻ, അവരെല്ലാ ഇസ്ലാമിക് ലെക്ചേഴ്സും ക്ലാസ്സസും എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പലതും പഠിക്കുന്നുണ്ട്, നല്ല വിവരമുണ്ട്, ഓക്കെ, നല്ല നോളേജ് ഉണ്ട്. പക്ഷേ എന്താണ്, ഷീ ഈസ് വെരി റൂഡ്, ആൾക്കാരോട് ഭയങ്കര ഹാഷായിട്ടാണ്, ഭയങ്കര സ്നാപ്പി ആയിട്ടാണ് പെരുമാറുന്നത്. ഷീ ഈസ് വെരി റൂഡ്. പിന്നെന്താണ്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരൊരു താത്തിയിട്ടുള്ളൊരു സംസാരമാണ്. ഓക്കെ, പിന്നെന്താണ്, മറ്റുള്ളവരെ കൊണ്ട് സംസാരവും അത്ര മോശവുമാണ്. ഓക്കെ, ഇതൊന്ന് വെരി നോളജബിൾ, പക്ഷേ ക്യാരക്ടർ തീരെയില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്, ഓക്കെ, ഈ ഒരു സ്ത്രീക്ക് അധികം അറിയില്ലായിരിക്കും. ഓക്കെ, അധികം ഈ പറയുന്ന ഈ എക്സാമ്പിൾ 1ൻ്റെ അത്ര സ്ത്രീക്ക് അറിയുന്നത്രയും കൂടി ഇവർക്ക് അറിയില്ലായിരിക്കും. ഷീ നോസ് ലിറ്റിൽ ബിറ്റ്. ഓക്കെ, പക്ഷേ എന്താണ്, വെരി ജെൻറ്റിലാണ് ഇൻ സ്പീച്ച്. ആരെയും ഉപദ്രവിക്കാനോ ആരെയും ഹേർട്ട് ചെയ്യാനോ അങ്ങനത്തെ സംസാരം ഒന്നും സംസാരിക്കാത്തത്. എല്ലാവരെയും ഷീ ഡീൽസ് വിത്ത് കൈൻഡ്നെസ്, ഹമ്പിളായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്യാരക്ടറെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ആരാണ് കൂടുതൽ പീസ്ഫുള്ളായിട്ട് തോന്നുന്നത്, ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സാമ്യമായിട്ട് തോന്നുന്ന ക്യാരക്ടറായിട്ട്? ഓക്കെ, ഇത് ജസ്റ്റ് തോട്ട് ഫോർ റിഫ്ലക്ഷൻ. ഇൻഷാ അള്ളാ ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി ഇൻഷാ അള്ളാ നമുക്ക് നെക്സ്റ്റ് വീക്ക് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്യാരക്ടർ, പിന്നെന്താണ് ബ്ലെസ്സിങ്സ് ഓഫ് ഹാവിങ് ഗുഡ് ക്യാരക്ടർ, ഇതെല്ലാം ഇൻഷാ അള്ളാ നമുക്ക് നോക്കാം. പിന്നെ ഈ സീരീസിലൂടെ തന്നെ ഈ പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മളെ ക്യാരക്ടർ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ റിമൈൻഡേഴ്സെല്ലാം നമുക്ക് എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.